വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിന് കാരണം കനത്ത മഴ തന്നെയാണെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ട്. സ്ഥലത്തിന്റെ ചെരിവും മണ്ണിന്റെ ഘടനയും ദുരന്തത്തിന്റെ ആഘാതം ഇരട്ടിയാക്കിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ദുരന്തബാധിത പ്രദേശത്ത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പ്രാഥമിക പഠനത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് കാരണം കനത്ത മഴ തന്നെ. അപകട മേഖലയിൽ 2018 മുതൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. 2019 പുത്തുമലയ്ക്ക് പുറമെ വെള്ളരിമലയിലും ചൂരൽമലയിലുമൊക്കെ ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുകൾ ഉണ്ടായി. ജൂലൈ 3-ാം വാരം മുതൽ ഈ മേഖലകളിൽ തുടർച്ചയായി മഴ പെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. ദുരന്തമുണ്ടാകുന്നതിന് മുമ്പുള്ള 24 മണിക്കൂറിൽ പുത്തുമലയിൽ പെയ്തിറങ്ങിയത് 372.6 മില്ലിമീറ്റർ മഴ, തെറ്റമലയിൽ 409 മില്ലിമീറ്റർ മഴയും. സമീപ പ്രദേശങ്ങളിലെല്ലാം മഴ കനത്തു. തുടർച്ചയായി മഴ പെയ്ത് നനഞ്ഞു കുതിർന്നു കിടന്ന പ്രദേശത്ത് അധികമായി കനത്ത മഴ പെയ്തിറങ്ങിയപ്പോൾ മർദ്ദം താങ്ങാനായില്ല. അതാണ് ഉരുൾപൊട്ടലിനിടയാക്കിയതെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. ഉരുൾപൊട്ടലിനെ തുടർന്ന് പാറക്കല്ലുകളും മണ്ണും ചെളിയും വെള്ളവും 7 കിലോമീറ്റർ ദൂരത്തോളം ഒഴുകി. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിൽ 25 മുതൽ 40 ഡിഗ്രി വരെ ചരിവുണ്ട്. 5 മീറ്റർ വരെയാണ് മേൽമണ്ണിന്റെ കനം. ഉരുൾപൊട്ടാനും ആഘാതം കൂട്ടാനും ഇതെല്ലാം കാരണമായി. 2015-16 കാലഘട്ടത്തിൽ ഈ മേഖലയിൽ GSI പഠനം നടത്തിയിട്ടുണ്ട്. അന്ന് ചൂരൽമല, മുണ്ടക്കൈ, വെള്ളരിമല, അട്ടമല ഭാഗങ്ങൾ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള പ്രദേശങ്ങളായി കണ്ടെത്തിയിരുന്നു. ദുരന്ത മേഖലയിൽ GSI വിശദമായ പഠനം നടത്തും. 24 തിരുവനന്തപുരം.